ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലൂടെ സ്വാഗതം. എങ്ങനെ ആക്കിയാലും താഴോട്ട് വീണു പോകുന്നില്ല. അമ്മാതിരി ഒരു പുഡിംഗ് ആട്ടോ. നല്ല അടിപൊളി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്രയും രുചിയുള്ള പുഡിംഗ് ആണ്. ഉണ്ടാക്കാനാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും ഇത് കഴിക്കുകയാണെങ്കിൽ. ഇത് കണ്ടില്ലേ, കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല ക്രീമി ആയിരിക്കുന്ന ഒരു ക്രീമി ടെക്സ്ചറുള്ള അടിപൊളി പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പം അതിന് മുന്നേ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്തും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് പാലിലോട്ട് ഞാനിത് ഒരു കൈപ്പിടിയോളം, ഇതിൻ്റെ കൈപ്പിടിയോളമാണ് 10 ഗ്രാമാണ്. 500 ml 10 ഗ്രാം ചൈന ഗ്രാസ് എന്നാണ് കണക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് ഒരു കൈപ്പിടിയോളം. എടുത്ത് അളക്കാനുള്ള ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ കയ്യിൽ ഇതാ ഒരു പിടിയോളം കേട്ടോ, കൈപ്പിടിയോളം ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്തിടാൻ പോകുന്നത്. അപ്പോൾ ചൈന ഗ്രാസ് ഞാൻ അങ്ങനെ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് കുതിർത്താൻ വെച്ചതാണ്. ഇനിയിപ്പോൾ ഈ ടൈം കൊണ്ട് നമുക്ക് ഇത് കുതിരേണ്ട സമയം കൊണ്ട് പൈനാപ്പിൾ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഒരു പകുതി പൈനാപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കപ്പിൽ അളക്കാൻ 2 കപ്പ് പൈനാപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊന്ന് പഞ്ചസാരയിൽ ഇട്ടുകൊണ്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പം ഇതിലോട്ട് ഇതാ ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഷുഗർ സിറപ്പിൽ കിടന്നിട്ട് ഈ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് ഇപ്പം 4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓണാക്കി കൊടുക്കാണ്. സ്റ്റവ് ആണ് കൊടുത്തു. ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ പൈനാപ്പിൾ ഈ ഷുഗർ സിറപ്പ് കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരാനും. കാരണം ഇതിൽ നമ്മളിപ്പോൾ പഞ്ചസാരയിൽ ഇങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു കയ്പ്പ് വരും പുഡിങ്ങെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴേ. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ തന്നെ ഉണ്ടല്ലേ വെള്ളം, പൈനാപ്പിൾ തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് നന്നായിട്ട്. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് ഇനി വഴറ്റി വരും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ പൈനാപ്പിൾ. ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഇതിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, നല്ലോണം വെള്ളം ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഇതൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇപ്പോൾ പൈനാപ്പിളിൻ്റെ. അപ്പോൾ ആവശ്യത്തിന് പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യണത് തന്നെ പൈനാപ്പിളിലെ ആ ഒരു കയ്പ്പ് പോവാനാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യാണ്ട് നമ്മൾ നേരിട്ട് പുഡിങ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കയ്പ്പ് രുചി വരും നമ്മൾ ഉണ്ടാക്കുന്ന പുഡിങ്. എനിക്കൊക്കെ ഫസ്റ്റ് ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത്, പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു അബദ്ധമൊക്കെ പറ്റിയിട്ടുള്ളതാണ്. ഞാൻ എങ്ങും റെഫറൊന്നും ചെയ്യാണ്ട് ഇതൊന്ന് പഞ്ചസാര ലൈനിലൊന്നും ഇത് വേവിക്കാണ്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഉണ്ടാക്കി പുഡിങ്. ഭയങ്കര കയ്പായിരുന്നു ആ പുഡിങ്ങിനൊക്കെ. അപ്പൊ അതിൽ നിന്ന് ഞാൻ പാഠം പഠിച്ചതാണ് ഇങ്ങനെ ഫസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പം ഓരോ തെറ്റിൽ നിന്നാണ് നമ്മൾ ശരിയിലേക്ക് എത്താ. അപ്പൊ ഇതാ നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇങ്ങനെ ആക്കണോണ്ട് ഒട്ടും കയ്പൊന്നും വരില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും പൈനാപ്പിൾ പുഡിങ്ങിന്. അപ്പൊ ഇത് സ്റ്റവ് ഓഫ് ആക്കാം ഞാൻ. ഇനി ഞാൻ ഈ പൈനാപ്പിളിനൊന്ന് ഇത് അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആ സിറപ്പൊക്കെ അങ്ങോട്ട് നമുക്ക് പൈനാപ്പിളിന്റെ എസൻസ്. അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൈനാപ്പിളിന്. അപ്പൊ ഇതാ നമ്മൾ പൈനാപ്പിളൊക്കെ കുറേ പൈനാപ്പിൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതെല്ലാം വെന്തപ്പോ എല്ലാം കൂടെ ഒന്ന് ഇത്രയായി മാറി, ക്വാണ്ടിറ്റി കുറഞ്ഞ് വെന്തപ്പോ. ആ പൈനാപ്പിളിന്റെ ആ ഒരു സിറപ്പ് നമുക്ക് ഇതിൽ കിട്ടും. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതിലോട്ടുള്ള പാല് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആക്കാൻ പോകണം. അതാ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ചൈന ഗ്രാസ് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളത്തിലാണ് ചൈന ഗ്രാസ് മെൽറ്റ് ആക്കി എടുക്കുന്നത്. അപ്പം ഈ ചൈന ഗ്രാസ് മെൽറ്റ് ആക്കാൻ വെച്ച ആ സമയം കൊണ്ട് തന്നെ നമുക്ക് പാല് റെഡിയാക്കി എടുക്കണം. പാല് തിളപ്പിച്ചെടുക്കണം. അത് ഒരേ ടൈമിൽ തന്നെ ചെയ്യണം. പാലും ചൈന ഗ്രാസും ഒരേ ടൈമിൽ തന്നെ ചെയ്യണം. പാല് തിളപ്പിക്കുന്നതും ചൈന ഗ്രാസ് മെൽറ്റ് ആക്കാൻ വെക്കുന്നതും ഒരേ ടൈമിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ചൈന ഗ്രാസ് കട്ടായി പോകും. 2 കപ്പ് പാലാണ് ഇത് എടുക്കുന്നത്. 500 ml പാലാണ് പുഡിംഗ് ഉണ്ടാക്കാൻ എടുക്കുന്നത്. 500 ml പാലെടുത്തിട്ടുണ്ട്.
ഇത് ഒന്ന് തിളച്ച് വരട്ടെ. പാല് ഇവിടെ ചൂടാക്കാൻ വെച്ചത് അപ്പുറത്തെ അടുപ്പിൽ ചൈന ഗ്ലാസ് മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. പാലിലോട്ട് ഷുഗർ ഇട്ട് കൊടുക്കാണ്. ഒരു 5 ടേബിൾ സ്പൂണോളം ഷുഗർ ചേർക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ചൈനഗ്രാസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇവിടെ നല്ലോണം ഒറ്റപ്പൊടി ഇങ്ങനെ കട്ടായി നിൽക്കട്ടെ, നന്നായിട്ട് മെൽറ്റ് ആവണം. അല്ലെങ്കിൽ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിലെങ്ങനെ സെപ്പറേറ്റ് ആയി കാണും അത്. ഇനി ഇത് നമുക്ക് നമ്മുടെ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് കുറച്ചൊന്ന് കട്ടായി പോയി കേട്ടോ. നമ്മളെ പാലെല്ലാം നന്നായിട്ട് തിളയ്ക്കാനായി, നന്നായിട്ട് ചൂടായിട്ടുണ്ട് പാല്. ഈ സമയം നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയത് ഇത് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കട്ടെ. ചൈന ഗ്രാസ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ പാല് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതാ നമ്മളെ പാലും ചൈന ഗ്രാസും ഒക്കെ നന്നായിട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇപ്പം ഞാൻ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വരണം. ഇതിലോട്ട് നമ്മൾ നേരിട്ട് ഇത് ചേർക്കരുത്. പൈനാപ്പിൾ ചൂടോടെ തന്നെ പൈനാപ്പിൾ ചേർക്കാൻ പാടില്ല നമ്മൾ. അപ്പം പാലെല്ലാം പിരിഞ്ഞു പോകും. പാലൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ പൈനാപ്പിൾ ചേർക്കേണ്ടത്, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. അപ്പം അത് ശ്രദ്ധിക്കാം. ഇതൊന്ന് ചൂടാറി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് പൈനാപ്പിൾ ചേർക്കാം. ഇതിലിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചൂടാറിയെന്നല്ല, ഒരു നേര് ചൂടുള്ളൂ. അപ്പം ഈ സമയത്ത് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഒന്ന് അരിപ്പയിലിട്ട് വെച്ചിരുന്നല്ലോ, അപ്പം അതിന് വന്ന ആ ഒരു സിറപ്പാണ്. അപ്പം ഞാനിതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഈ പാലിലോട്ട് കേട്ടോ. അപ്പം നമുക്ക് ആ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് പാലിലങ്ങ് വരും. ഒന്ന് കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഈ ടൈമിൽ വേണം ചേർക്കാൻ, അല്ലെങ്കിൽ പാലങ്ങ് പിരിഞ്ഞു പോകും. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ പൈനാപ്പിളിന്റെ എസൻസ് ചേർക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുമ്പം. അല്ലാണ്ട് തന്നെ ആ ഡയറക്റ്റ്, അതായത് ഒറിജിനൽ പൈനാപ്പിൾ തന്നെ നമുക്ക് ആ ഒരു എസൻസ്, അതിന്റെ എസൻസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ അത് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാലിലോട്ട്. നല്ലൊരു ഫ്ലേവർ പാലിന് തന്നെ ഉണ്ടാകും. പൈനാപ്പിളിന്റെ ആ ഒരു സിറപ്പ് ചേർത്ത് കൊടുത്തത് കൊണ്ട് പാലിന് നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് പാർന്നു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിലോട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ കുറച്ച് പൈനാപ്പിൾ, നമ്മൾ നേരത്തെ ആക്കി വെച്ചുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ, ഇത് പഞ്ചസാര സിറപ്പിൽ വേവിച്ച് വെച്ച പൈനാപ്പിൾ. അപ്പൊ ഇതാദ്യം കുറച്ച് അടിയിലിട്ട് കൊടുക്കാം. പൈനാപ്പിൾ ആദ്യം ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടെ ഈ പൈനാപ്പിൾ പുഡിങ്ങിന്. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. പൈനാപ്പിളിന് കുറച്ചൊരു കളർ കുറവുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്യാം. ഞാനിപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. സാധാ ഉള്ള ഒറിജിനൽ കളറിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയത്. കൂടുതലായിട്ട് കളറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് പൈനാപ്പിളൊക്കെ എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ പാല് പാർന്നു കൊടുക്കാണ്. പാല് ഞാൻ ഫുള്ളും പാർന്നു കൊടുക്കുന്നുണ്ട്. 2 ലെയർ ആക്കണമെന്നില്ല, ഫുൾ പാലും പാർന്നു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ആവട്ടെ. ബാക്കിയുള്ള പൈനാപ്പിൾ ഇതിന്റെ മേലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ചതാ ആൽമണ്ട് കുറച്ചൊന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പൊ ഇതൊന്ന് കുറച്ചതിന് മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ഒന്ന് ചെയ്താൽ മതി. ഇതൊന്നും നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അത് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റായിട്ട് ബാക്കിയുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം.
അപ്പം നമ്മളെ പുഡിങ് ഇതാ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, നല്ലോണം കുറച്ച് വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കി ഡെക്കറേറ്റ് ചെയ്യാനുണ്ടല്ലോ, അതാ ആവശ്യത്തിന് സെറ്റ് ആയിട്ടുണ്ട്. ഇതാ നല്ലോണം ടോർച്ചിട്ടില്ല, എന്നാൽ കുറച്ചുകൂടെ ഉറക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബാക്കിയുള്ള പൈനാപ്പിളൊന്ന് ഇതിൻ്റെ മേലോട്ടിട്ട് കൊടുക്കാം. ബാക്കിയുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ അത് ഇതിന് മുകളിലിട്ട് കൊടുക്കാം. എല്ലായിടത്തേക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കും പൈനാപ്പിൾ. അപ്പം നമ്മൾ പൈനാപ്പിൾ എല്ലാം വെച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി വേണേൽ കുറച്ചൊരു ബദാം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബദാമിൻ്റെ കുറച്ച് നേരം മുകളിലിട്ട് കൊടുക്കാം. ഒരു കാണാനുള്ളൊരു ഷോക്ക് വേണ്ടി മാത്രം കേട്ടോ ഇത്. കുറച്ച് നമ്മളിത് ഫ്രിഡ്ജിലോട്ട് വെച്ച് തണുപ്പിച്ചിട്ട് നമ്മൾ കഴിക്കുക. നല്ല ടേസ്റ്റ് ആയിട്ട് ഈ പുഡിങ് കഴിക്കാണ്ടാവാം. അപ്പം ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ച് തണുപ്പിക്കാം. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനിതാ എടുത്ത് നോക്കാണ്. അപ്പം പുഡിങ് എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ ട്രൈ ചെയ്ത് നോക്കുക, ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.